ഹലോ എവരി വൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഏപ്രിൽ 12 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്നലെ വരെയുള്ള ന്യൂസുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് പാർക്കിൻസൺസ് ഡേ 11 ഏപ്രിലിനാണ് വേൾഡ് പാർക്കിൻസൺസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് പാർക്കിൻസൺസ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 11th ഏപ്രിൽ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ഡിസീസ് എമംഗ് ജനറൽ പബ്ലിക്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലൊരു ബോധവൽക്കരണം പോലെയാണ് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഡിസീസിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ദ ഡിസീസ് ക്യാൻ കോസ് സ്ലോനെസ് ഓഫ് മൂവ്മെൻറ്റ്, സ്റ്റിഫ്നെസ് ആൻഡ് ഷേക്കിനെസ് ഓഫ് ദ ബോഡി. അതൊക്കെയാണ് ഈ ഒരു അസുഖം കൊണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് പാരാലിസിസ് അജിറ്റൻസ് എന്നാണ്. ജെയിംസ് പാർക്കിൻസൺ ആണിത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്. എ കണ്ടീഷൻ ദാറ്റ് ലേറ്റർ ബി റീനെയിംഡ്. പിന്നീട് പാർക്കിൻസൺസ് ഡിസീസ് എന്ന പേര് കൊടുത്തത് ജീൻ മാർട്ടിൻ ചാർക്കോട്ടാണ്. അപ്പോൾ ഹി വാസ് എ ന്യൂറോളജിസ്റ്റ്, ജിയോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ് ആൻഡ് ആക്ടിവിസ്റ്റ്. അപ്പോൾ വേൾഡ് പാർക്കിൻസൺസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് 11th ഏപ്രിൽ. എല്ലാ വർഷവും 11th ഏപ്രിലാണ് വേൾഡ് പാർക്കിൻസൺസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അടുത്ത ന്യൂസ്, 4-day ലോങ് ടീക്ക ഉത്സവ് സ്പെഷ്യൽ വാക്സിനേഷൻ ഡ്രൈവ് എഗെയിൻസ്റ്റ് കൊറോണ വൈറസ് അക്രോസ് ദ കൺട്രി. അപ്പോൾ വാക്സിനേഷൻ ഡ്രൈവ് ടീക്ക ഉത്സവ് എന്ന പേരിൽ 4 ദിവസത്തെ ടീക്ക ഉത്സവ് എന്ന പേരിൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്തി. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ദ വാക്സിൻ ഫെസ്റ്റിവൽ ഈസ് കമൻസ്ഡ് ഓൺ ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് എ സോഷ്യൽ റിഫോർമർ ജ്യോതിബ ഫൂലെ ആൻഡ് will end on 14th of this month, coinciding with the birth anniversary of Chief Architect of Indian Constitution, Dr. B.R. Ambedkar. അപ്പോൾ 14th ഈ മാസം 14 ഇത് അവസാനിക്കുന്നതാണ് പറയുന്നത്. ഈ ടീക്ക ഉത്സവ് എന്ന് പറയുന്നത് അന്ന് B.R. അംബേദ്കറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അന്ന് ആണിത് എൻഡ് ചെയ്യുക. Interacting with chief ministers regarding the COVID-19 situation, Prime Minister Narendra Modi had called for organizing Tika Utsav. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അശ്വിനി കുമാർ ചൗബെയാണ്. അടുത്ത ന്യൂസ്, പഞ്ചാബി ആക്ടർ സതീഷ് കൗൾ ഡൈസ് ഇൻ ലൂധിയാന ഡ്യൂ ടു COVID-19 കോംപ്ലിക്കേഷൻസ്. അപ്പോൾ COVID-19 കോംപ്ലിക്കേഷൻസ് കാരണം പഞ്ചാബി ആക്ടറായ സതീഷ് കൗൾ അന്തരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറ്ററൻ ആക്ടറായ സതീഷ് കൗൾ, ഹു ഹാഡ് 300 പഞ്ചാബി ആൻഡ് ഹിന്ദി ഫിലിംസ് ടു ഹിസ് ക്രെഡിറ്റ് ആൻഡ് പ്ലേഡ് ദ റോൾ ഓഫ് ലോർഡ് ഇന്ദ്ര ഇൻ TV ഷോ മഹാഭാരത്, പാസ്ഡ് അവേ ഡ്യൂ ടു കൊറോണ വൈറസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഇൻ ലൂധിയാന. ഹി വാസ് 74. അപ്പോൾ 300-ലധികം സിനിമകളിൽ പഞ്ചാബി ഹിന്ദി ഫിലിംസിൽ അഭിനയിച്ചിട്ടുള്ള വെറ്ററൻ ആക്ടറായ സതീഷ് കൗളാണ് അന്തരിച്ചത്. പഞ്ചാബി ആക്ടറാണ് സതീഷ് കൗൾ. അപ്പോൾ സതീഷ് കൗൾ പഞ്ചാബി ആക്ടറാണ്. അപ്പോൾ പഞ്ചാബിനെ കുറച്ച് നമുക്ക് നോക്കാം. GK അബൌട്ട് പഞ്ചാബ്. ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്. ചീഫ് മിനിസ്റ്റർ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. ഗവർണർ VP സിംഗ് ബഡ്നോരയാണ്. പിന്നെ അബോഹർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹരിക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിർ മോത്തിബാഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജാജർ ബച്ചൗളി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിർ ബാത്സൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ പഞ്ചാബിലാണുള്ളത്. പിന്നെ അടുത്ത ന്യൂസ്, നാസാസ് മാർസ് ഒഡീസി സ്പേസ് ക്രാഫ്റ്റ് മാർക്സ് 20 years ഓഫ് മാപ്പിംഗ് റെഡ് പ്ലാനറ്റ്. അപ്പോൾ 20 വർഷം കംപ്ലീറ്റ് ആക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാസയുടെ മാർസ് ഒഡീസി സ്പേസ് ക്രാഫ്റ്റ് 20 വർഷം കംപ്ലീറ്റ് ആക്കി. ലോഞ്ച്ഡ് 20 years ago, the orbiter which takes its name from Arthur C. Clarke's science fiction novel 2001 A Space Odyssey was sent to map the composition of the Martian surface. അപ്പോൾ മാർസിൻ്റെ സർഫസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കോമ്പോസിഷനൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒഡീസി സ്പേസ് ക്രാഫ്റ്റിനെ അയച്ചത്. For 2 decades, the longest lived spacecraft at the red planet, 2001 Mars Odyssey has helped locate water ice, access landing sites. പിന്നെ ഓർബിറ്റർ ഫൈൻസ് വാട്ടർ ഐസ് ഡ്യൂറിങ് യൂസിങ് ഇറ്റ്സ് ഗാമ റേ സ്പെക്ട്രോമീറ്റർ ഡിറ്റക്ടർ. അത് ഉപയോഗിച്ചിട്ടാണത് കണ്ടെത്തിയത്. അപ്പോൾ നാസയുടെ മാർസ് ഒഡീസി സ്പേസ് ക്രാഫ്റ്റ് 20 years ഓഫ് മാപ്പിംഗ് റെഡ് പ്ലാനറ്റ് മാർസിനെ ഒബ്സർവ് ചെയ്ത് 20 years കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാസയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. നാസയുടെ ഫുൾ ഫോമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അത് 1 October 1958 അത് ഫോം ചെയ്തത്. അതിൻ്റെ ഫൗണ്ടർ ഡ്വൈറ്റ് എ ഈസൻഹൗവർ ആണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റീവ് ജൂർസിക് ആണ്. അടുത്ത ന്യൂസ്,
Sports Minister Kiran Rijiju inaugurates a Khelo India State Center of Excellence at a Water Sports Academy in Srinagar. അപ്പോൾ ജമ്മുവിൻ്റെ സമ്മർ ക്യാപിറ്റലായ ശ്രീനഗറിൽ വെച്ചിട്ട് സ്പോർട്സ് മിനിസ്റ്റർ കിരൺ റിജിജു ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെൻറ്റർ ഫോർ എക്സലൻസ് ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആണ് കിരൺ റിജിജു. അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തു ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ റോവിംഗ് ഡിസിപ്ലിൻ അറ്റ് ദ ജമ്മു ആൻഡ് കാശ്മീർ സ്പോർട്സ് കൗൺസിൽ വാട്ടർ സ്പോർട്സ് അക്കാഡമി ഇൻ ശ്രീനഗർ ഓൺ 10th April 2021. 10th April 2021 അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഹി ഓൾസോ അനൗൺസ്ഡ് എ ഹോസ്റ്റ് ഓഫ് ന്യൂ കോമ്പറ്റീഷൻസ് അറ്റ് ദ വാലി ദാറ്റ് ദ ജമ്മു ആൻഡ് കശ്മീർ കൗൺസിൽ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ് ടു മേക്ക് ദ വാട്ടർ സ്പോർട്സ് ഫെസിലിറ്റി വേൾഡ് ക്ലാസ്. അപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ഫാക്ട്സ് നോക്കാം. ജമ്മു ആൻഡ് കശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റൽ ശ്രീനഗറാണ്, വിൻ്റർ ക്യാപിറ്റൽ ജമ്മു ആണ്. ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ്. പിന്നെ കിഷ്ത്വർ നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക്, ദച്ചിഗം നാഷണൽ പാർക്ക്, സലിം അലി നാഷണൽ പാർക്ക്, ഇതൊക്കെ ജമ്മു ആൻഡ് കശ്മീരിലത്തെ നാഷണൽ പാർക്സ് ആണ്. പിന്നെ ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹൊക്കേർസർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജസ്രോട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലച്ചിപ്പോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ജമ്മു ആൻഡ് കശ്മീരിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. പിന്നെ വൂളാർ ലേക്കാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്, അതും ജമ്മു ആൻഡ് കശ്മീരിലാണുള്ളത്. അടുത്ത ന്യൂസ്, 2-day scientific convention on a world homeopathy day inaugurated in Delhi. അപ്പോൾ 2 ദിവസത്തെ സയൻറ്റിഫിക് കൺവെൻഷൻ, വേൾഡ് ഹോമിയോപ്പത്തി ഡേയുടെ 2 ദിവസത്തെ കൺവെൻഷൻ ഡൽഹിയിൽ ഇനോഗ്രേറ്റ് ചെയ്തു. എ 2-day സയൻറ്റിഫിക് കൺവെൻഷൻ ഓൺ ഹോമിയോപ്പത്തി റോഡ് മാപ്പ് ഫോർ ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ന്യൂ ഡൽഹി. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ശ്രീപദ് യെസ്സോ നായിക് ആയിരുന്നു ചീഫ് ഗസ്റ്റ്. ഈ ഒക്കേഷനിൽ ചീഫ് ഗസ്റ്റ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ശ്രീപദ് യെസ്സോ നായിക് ആയിരുന്നു. ദ കൺവെൻഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പത്തി ആൻഡ് ഓട്ടോണമസ് അപ്പെക്സ് റിസർച്ച് ഓർഗനൈസേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ആയുഷ് ടു സെലിബ്രേറ്റ് വേൾഡ് ഹോമിയോപ്പത്തി ഡേ. അപ്പോൾ ഫൗണ്ടർ ഓഫ് ഹോമിയോപ്പത്തി ആണ് ഡോക്ടർ സാമുവൽ ഹാനെമാൻ എന്നാണ്, HAHNEMAN, ഡോക്ടർ സാമുവൽ ഹാനെമാൻ. അടുത്തത്, അപ്പോൾ ഡൽഹിയിൽ വെച്ചാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഡൽഹിയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഡൽഹിയുടെ സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളാണ്. ലഫ്റ്റനൻറ്റ് ഗവർണർ അനിൽ ഭായ്ജാലാണ്. പിന്നെ ഭാദർപൂർ തെർമൽ പവർ സ്റ്റേഷൻ, രാജ്ഗഡ് തെർമൽ പവർ പ്ലാന്റ്, ഇന്ദ്രപ്രസ്ഥ പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡ് NTPC, അതേപോലെ പ്രഗതി തെർമൽ പവർ പ്ലാന്റ്, ഇതൊക്കെ ഡൽഹിയിലാണുള്ളത്. നോർത്തേൺ പവർ ഇലക്ടേഴ്സ് ലിമിറ്റഡ്, ട്രാൻസ് ഇലക്ട്രിക്ക ലിമിറ്റഡ്, ധരിയാൽ പോളിമേഴ്സ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊക്കെ ഡൽഹിയിലാണുള്ളത്. പിന്നെ നാഷണൽ സുവോളജിക്കൽ പാർക്ക്, ജാമിയ മിലിയ ഇസ്ലാമിയ റിഡ്ജ്, അതേപോലെ ഹൗസ് ഖാസ് ഫോറസ്റ്റ്, സഞ്ജയ് വൻ ഫോറസ്റ്റ്, ഇതൊക്കെ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വായിച്ച എല്ലാ ഇതും ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഡൽഹിയുടെ ഫാക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ലഡാക്ക് പ്ലാൻസ് ടു പ്രൊവൈഡ് ടാപ്പ് വാട്ടർ കണക്ഷൻ ടു എവറി ഹൗസ് ഹോൾഡ് ബൈ 2022. അപ്പം ലഡാക്ക് 2022 അവിടെ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലെ എല്ലാ ഹൗസ് ഹോൾഡിലേക്കും ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന ഡെഡ്ലൈൻ 2022 ആണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറി പ്ലാൻസ് ടു പ്രൊവൈഡ് ടാപ്പ് കണക്ഷൻസ് ടു 32,514 ഹൗസ് ഹോൾഡ്സ് ഡ്യൂറിങ് 2021-22 ഫിസ്ക്കൽ. ആ ഒരു ഫിസ്ക്കൽ ഇയറോട് കൂടിയിട്ട് എല്ലാവർക്കും ടാപ്പ് വാട്ടർ എത്തിക്കാനാണ് അവരുടെ തീരുമാനം. ആൻഡ് ടു ദ റിമൈനിങ് 11,568 ഹൗസ് ഹോൾഡ്സ് ബൈ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം 11,000 ബാക്കി വരുന്ന 11,568 ഹൗസ് ഹോൾഡ്സിനും എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ജൽ ജീവൻ മിഷൻ എയിംസ് ടു പ്രൊവൈഡ് ടാപ്പ് വാട്ടർ കണക്ഷൻ ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ 2024. 2024 എല്ലാ വീടുകളിലേക്കും ടാപ്പ് വാട്ടർ എത്തിക്കാനാണ് ജൽ ജീവൻ മിഷൻ എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലഡാക്ക് എയിം ചെയ്തിരിക്കുന്നത് എല്ലാ വീട്ടിലേക്കും ഹൗസ് ഹോൾഡിലേക്കും ടാപ്പ് വാട്ടർ കണക്ഷൻ 2022 എത്തിക്കാനാണ്. ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയത് 31 ഒക്ടോബർ 2019. അടുത്ത ന്യൂസ്, അബുദാബി ക്രൗൺ പ്രിൻസ് ഹോണേഴ്സ് ഇന്ത്യൻ ബിസിനസ് ടൈക്കൂൺ യൂസഫ് അലി വിത്ത് ടോപ്പ് സിവിലിയൻ അവാർഡ്. അപ്പോൾ അബുദാബി ക്രൗൺ പ്രിൻസ് ഇന്ത്യൻ ബിസിനസ് ടൈക്കൂണായ യൂസഫ് അലിയെ ടോപ്പ് സിവിലിയൻ അവാർഡ് കൊടുത്ത് ഹോണർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൗൺ പ്രിൻസ് ഓഫ് അബുദാബി ആൻഡ് ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ഓഫ് ദ UAE ആംഡ് ഫോഴ്സസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഹാസ് ഓണേർഡ് Indian origin businessman Yusuf Ali MA
and 11 other individuals with Abu Dhabi's top civilian award for their noble and charitable contributions to the community. അപ്പോൾ യൂസഫ് അലിയാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് അബുദാബി ബേസ്ഡ് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് യൂസഫ് അലി. അപ്പോൾ അവാർഡ്സ് കൊടുത്തത് 10th എഡിഷൻ ഓഫ് അബുദാബി അവാർഡ്സ് ഹെൽഡ് അറ്റ് കാർ അൽ ഹൊസൻ, അവിടെ വെച്ച് നടന്ന 10th എഡിഷൻ ഓഫ് ആ ഒരു ഇവൻറ്റിലാണ് കൊടുത്തത്. അപ്പോൾ യു എയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. യു എയുടെ ക്യാപിറ്റൽ അബുദാബിയാണ്, കറൻസി ദർഹമാണ്, പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാനാണ്, ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ്. പിന്നെ അടുത്ത ന്യൂസ്, IBBI നോട്ടിഫൈസ് റെഗുലേഷൻസ് ഫോർ പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്. അപ്പോൾ IBBI എന്ന് വെച്ചാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ കൊടുത്തു, റെഗുലേഷൻ ഫോർ പ്രീ പാക്കേജ്ഡ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈ വേ ഓഫ് ഓർഡിനൻസ് ഓൺ April 4, the government amended the insolvency and bankruptcy code to introduce the pre-pack resolution process for MSMEs, micro, small and medium enterprises. The resolution details the forms that stakeholders are required to use and the manner of carrying out various tasks by them as part of the pre-pack resolution process. Since 2016, IBBI is the regulator for overseeing insolvency proceedings. അപ്പോൾ IBBI നോട്ടിഫിക്കേഷൻ കൊടുത്തു, പ്രീ പാക്കേജ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് റെഗുലേഷൻസ് കൊടുത്തു എന്നാണ്, നോട്ടിഫിക്കേഷൻ റെഗുലേഷൻസ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ IBBIയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. IBBI എന്ന് വെച്ചാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അത് ഫൗണ്ട് ചെയ്തത്, അതിൻ്റെ ഫൗണ്ടേഷൻ 1 October 2016 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ MS സാഹു ആണ്. അടുത്ത ന്യൂസ്, ഗവൺമെൻറ് അപ്രൂവ് 726 crore rupees ഹൈവേ പ്രൊജക്ട്സ് ഇൻ മധ്യപ്രദേശ്. അപ്പം മധ്യപ്രദേശിൽ 726 കോടി രൂപയുടെ ഹൈവേ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് സാങ്ഷൻ ചെയ്തത്. 291 കിലോമീറ്റർ റോഡ് വിത്ത് 726 crore rupees ഫോർ ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ പ്രൊജക്ട്സ് ഓൾസോ ഇൻക്ലൂഡ് ബമീത്ത കാജുറാഹോ റോഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 73.43 crore. ഈ 73.43 crore റുപ്പീസിൻ്റെ ഈ ബമീത്ത കാജുറാവ് റോഡും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ മധ്യപ്രദേശിന് 726 കോടിയിൽ അത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മധ്യപ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ഫാക്ട്സ് നോക്കാം. മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ, ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. പിന്നെ ബന്ധവ്ഗർ നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്, ഫോസിൽ നാഷണൽ പാർക്ക്, സത്പുഡ നാഷണൽ പാർക്ക്, വൻവിഹാർ നാഷണൽ പാർക്ക്. ഇതൊക്കെ മധ്യപ്രദേശിലാണുള്ളത്. ഓർച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബാഗ്ദാര വൈൽഡ് ലൈഫ് സാങ്ച്വറി, സിംഗോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ മധ്യപ്രദേശിലാണുള്ളത്. ചുട്ക ന്യൂക്ലിയർ പവർ പ്ലാന്റും അതേപോലെ ബോജ്തൽ, അപ്പർ ലേക്ക് അറിയപ്പെടുന്ന ബോജ്തലും മധ്യപ്രദേശിലാണുള്ളത്. അപ്പോൾ ഗുനീത് മോങ്ക, അടുത്ത ന്യൂസാണ്. ഗുനീത് മോങ്ക ടു ബി കൺഫേർഡ് വിത്ത് ദ ഹോണർ ഓഫ് നൈറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ അക്ലൈംഡ് ഫിലിം മേക്കറായ ഗുനീത് മോങ്ക ടു ബി കൺഫേർഡ് വിത്ത് ഹോണർ ഓഫ് ദ നൈറ്റ് ഓഫ് ദ ഓർഡേഴ്സ് ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്. അതിന് ഫ്രഞ്ചിൽ പറയുന്നതാണ് ചെവലിയർ ഡാൻസ് ഐ ഓർഡ്രേ ഡെസ് ആർട്സ് എറ്റ് ഡേസ് ലെട്രേസ്. അപ്പോൾ അതാണ് അതിന് ഫ്രഞ്ചിൽ പറയുക. അപ്പോൾ അത് ഗുനീത് മോങ്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്, കൺഫർ ചെയ്യുന്നത് ഗുനീത് മോങ്കയ്ക്കാണ്. ഇറ്റ് ഈസ് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഫ്രഞ്ച് ഹോണർ ആൻഡ് ഹാസ് ഏർലിയർ ബീൻ അവാർഡഡ് ടു ബിഗ് ഹോളിവുഡ് നെയിംസ്. ഇവർക്കൊക്കെയാണ് ആദ്യം അത് കിട്ടിയിട്ടുള്ളത്, ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളത്. മെറിൽ സ്ട്രീപ്പ്, ലിയനാർഡോ ഡി കാപ്രിയോ, പിന്നെ ബ്രൂസ് വില്ലിസ്, ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ മുമ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ സ്റ്റാറ്റിക് GK അടക്കം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക് യു.